മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം 3 പ്രാവശ്യം ചൊല്ലിയിരുന്ന ഒരു ദുആ ഉണ്ട്. നിങ്ങൾക്കറിയോ ആ ദുആ? അറിയില്ലേ? എത്രമേൽ മോശമാണ്. കാരണം നമ്മൾ മുത്തുനബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തുനബി ദുആ ചെയ്ത ഇത്ര പ്രധാനപ്പെട്ട ഒരു ദുആ നമ്മൾ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നാണ്. നമുക്കിന്ന് പഠിച്ചു നോക്കിയാലോ. ഞാൻ ആദ്യം ദുആ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് കൂടെ ഉണ്ടാവണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ചൊല്ലിയിരുന്ന 3 പ്രാവശ്യം ചൊല്ലിയിരുന്ന ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഒന്നുകൂടെ പറയട്ടെ ഞാൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. എന്ത് മനോഹരമായ ദുആ ആണെന്നറിയോ ഇത്? അർത്ഥം കേട്ട് നോക്കി നിങ്ങൾ. ആദ്യം ചോദിക്കുന്നത് എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. റബ്ബേ, എനിക്ക് ഉപകാരപ്രദമായ അറിവ് നൽകണം. കുറേ അറിവല്ല, ഉപകാരപ്രദമായ അറിവ് കിട്ടണം. രണ്ടാമത്തെ ഒന്ന് വറിസ്ഖൻ ത്വയ്യിബ. റബ്ബേ, നല്ല ഹലാലായ ഭക്ഷണം എനിക്ക് കിട്ടണം. ത്വയ്യിബായ ഭക്ഷണം കിട്ടണം. ഹലാലായാൽ പോരാ, ത്വയ്യിബ് കൂടി ആവണം. മൂന്നാമത്തെ ഒന്ന് വഅമലൻ മുതഖബ്ബല. എൻ്റെ സൽക്രമങ്ങൾ നീ സ്വീകരിക്കണേ. എന്തൊരു വലിയ ദുആ ആണല്ലേ ഈ ദുആ. നമുക്ക് എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ഒരു 3 തവണ മനസ്സറിഞ്ഞൊന്ന് ദുആ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമുക്ക് തുടങ്ങല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേൾക്കുന്നവരൊക്കെ ഇത് പരമാവധി ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നവർ പകർത്തണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈ 3 കാര്യങ്ങളും അല്ലാഹു നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.